ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കൂണൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ബോക്സിന്റെ അടിഭാഗത്തായിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പൊ ഞാൻ സോൾഡറിംഗ് മെഷീൻ വെച്ചിട്ടൊന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുപ്പിയുടെ അടപ്പാണ്. ഞാനിവിടെ ഒരു 4 കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട്. പിന്നെ കുപ്പിയുടെ അടപ്പെടുക്കുന്ന ടൈമിൽ 4 ഒരേ വലിപ്പത്തിലുള്ള അടപ്പെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇനി ഈ അടപ്പ് നമുക്ക് ബോക്സിന്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോ അടപ്പുകളും ബാക്കിയുള്ള 3 കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 4 കോർണറിലായിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചണിലായാലും ബാത്റൂമിലായാലും ഒക്കെ സോപ്പൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു സോപ്പ് ഡിസ്പെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ചിലവർ അടുക്കളയിലൊക്കെ സോപ്പ് ബാർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക പാത്രം കഴുകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഒട്ടും തന്നെ ഇതിലോട്ട് വെള്ളമൊന്നും തങ്ങി നിൽക്കില്ല. നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഡ്രെയിൻ ആയിട്ട് പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ സോപ്പ് പെട്ടെന്ന് ചീത്തയായി പോവുകയില്ല. അപ്പൊ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ക്യാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഓയിൽ ക്യാൻ ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ വീട്ടില് ഇതുപോലുള്ള ക്യാനൊക്കെ കാണല്ലേ. അപ്പൊ ആരും വലിച്ചെറിഞ്ഞ് കളയണ്ട. ഇത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ക്യാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും. തെറ്റായിട്ട് ഒരിക്കലും കട്ട് ചെയ്ത് പോവുകയില്ല. അപ്പൊ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലുള്ള കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അവസാനം കട്ട് ചെയ്താൽ കിട്ടുക. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള ഒരു മരത്തിന്റെ പീസാണ്. ഇത് ഞാനിപ്പം എൻ്റെ ചൂലിന്റെ ഒക്കെ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റിക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ എടുത്ത ക്യാനിന്റെ അതേ സൈസിൽ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ക്യാൻ തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് സൈസ് പറയാത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ക്യാൻ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാനിന്റെ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ അതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്ക്രൂ വെച്ചിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഗമ്മ വെച്ചിട്ടൊക്കെ ഒട്ടിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അത് ഇളകിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സ്ക്രൂ ഇല്ലാന്നുണ്ടെങ്കിൽ മുള്ളാണി പോലുള്ള ചെറിയ ആണികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് വെച്ചിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുത്താലും മതി. ഇപ്പൊ ഞാൻ സ്ക്രൂ വെച്ചിട്ട് ആ ഒരു സ്റ്റിക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഭാഗത്തും സ്ക്രൂ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ടൈറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു സംഭവം നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ അടുക്കളയിൽ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ വെച്ചു കൊടുത്തത് 2 ചെറിയ ഭരണിയാണ്. അത്രയുള്ള സ്ഥലം മാത്രമേ ആ ഒരു ക്യാനിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വലിയ ക്യാനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി സ്ഥലം കിട്ടും ഈ ഒരു സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. പിന്നെ അതിന്റെ മുകളിലായിട്ട് തുണിയൊക്കെ, അതായത് നമ്മൾ കൈകളൊക്കെ തുടക്കുമല്ലോ, അപ്പോൾ ആ ഒരു തുണിയൊക്കെ ഞാൻ അതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു തുണി വെക്കുന്നില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹാൻഡിലായിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് അടുക്കളയിൽ മാത്രമല്ല നമ്മുടെ ക്രീമൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ ഇതുപോലെ നല്ലൊരു ജ്വല്ലറി ഓർഗനൈസർ ആയിട്ടും യൂസ് ചെയ്യാം. താഴ്ഭാഗത്തായിട്ട് ഞാനിപ്പോൾ നെയിൽ പോളിഷ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ഞാൻ കുറച്ച് വളയും പിന്നെ അതുപോലെ തന്നെ മാലയും ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ക്യാനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു പെന്നിന്റെ അടപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു അടപ്പിനെ നമുക്ക് ഡെയിലി ലൈഫിൽ നല്ലൊരു രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു അടപ്പിന്റെ മുകൾ ഭാഗത്തായിട്ട് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ പൂജാ റൂമിൽ ഇതുപോലെ റാക്കൊക്കെ കാണുമല്ലോ, ആ ഒരു റാക്കിന്റെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ വാളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യരുത് കേട്ടോ. കാരണം ചന്ദനത്തിൽ നിന്നുള്ള പുക എങ്ങനെയായാലും ചുമരിലോട്ട് ഉണ്ടാവും. അപ്പോൾ ചുമര് വൃത്തികേടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ റാക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന ടൈമിൽ ഈ ഒരു അടപ്പിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ചന്ദനത്തിരി വെച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു പേനയുടെ അടപ്പ് നമുക്ക് ചന്ദനത്തിരി ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചന്ദനത്തിരി കത്തിച്ചതിന് ശേഷം ആ ഒരു അടപ്പിന്റെ ഉള്ളിലായിട്ട് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി. കറക്റ്റ് ആയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ 2 കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഇത് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 കുപ്പിയാണ്. ഇതുപോലുള്ള ടിപ്സിന് വേണ്ടി യൂസ് ചെയ്തത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ഇച്ചിരി വലിപ്പത്തിലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് താരതമ്യേന ചെറുതുമായിരിക്കണം കേട്ടോ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മഴയത്തൊക്കെ കുടയൊക്കെ എടുത്ത് പോകുന്ന ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ആ ഒരു നനഞ്ഞ കുട നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കും അല്ലെ. അപ്പൊ എവിടെയും വെക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. ഇൻ കേസ് നമ്മളത് ബാഗിൽ വെച്ചാൽ ബാഗിലുള്ള സാധനങ്ങളൊക്കെ നനയും. ചെറിയ ആവശ്യത്തിനൊക്കെ പുറത്തു പോകുന്നവരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ പാക്കറ്റിലോ മറ്റോ ഇട്ടുകൊണ്ട് പോകാം. എന്നാൽ ഇതുപോലെ സ്കൂൾ കുട്ടികളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. ഇപ്പൊ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന കുപ്പി ഒരേ വട്ടത്തിലുള്ളതാണെങ്കിൽ, അതായത് ഒരേ വലുപ്പത്തിലുള്ള കുപ്പിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഒടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ചുരുക്കി എടുക്കാനായിട്ട് പറ്റും. അതേസമയം ഒന്ന് ഇച്ചിരി വട്ടം കൂടുതലുള്ള കുപ്പിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കുടയെടുത്തതിന് ശേഷം ഈ ഒരു കുപ്പിയിലോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത കുപ്പി എടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എന്റെ കയ്യിലുള്ള ചെറിയ കുടയാണ്. ഇതിൽ നെക്സ്റ്റ് വലുപ്പമുള്ള കുട വരെ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ. അതായത് 3 ഫോൾഡ് കുട വരെ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കുപ്പി ടൈറ്റ് ചെയ്തതിന് ശേഷം ബാഗിലോട്ടൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ബാഗിലുള്ള സാധനങ്ങളൊന്നും നനഞ്ഞു പോവില്ല കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു നനഞ്ഞ കുട കൈ പിടിക്കേണ്ട ആവശ്യം വരില്ല. സ്കൂൾ കുട്ടികൾക്കും പിന്നെ അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. എത്രയൊക്കെ നനഞ്ഞ കുടയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബാഗിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. പലപ്പോഴും നമ്മൾ മഴയത്തൊക്കെ പുറത്തു പോകുന്ന ടൈമിൽ ഈ ഒരു നനഞ്ഞ കുട എവിടെ വെക്കുന്നായിരിക്കും അല്ലെ ടെൻഷൻ. നമ്മൾ കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ഉള്ളത് നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു സംഭവം. കൂടുതലായിട്ടും ബുദ്ധിമുട്ട് വരാറുള്ളത് സ്കൂൾ കുട്ടികൾക്കാണ്. അവർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ കുടയൊന്നും ഓപ്പൺ ചെയ്ത് വെക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അത് മാത്രമല്ല മിസ്സാവാനുള്ള ചാൻസും കൂടുതലാണ്. അവർ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം നമ്മൾ ഇതുപോലെ കുപ്പി ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇതിലോട്ട് വെച്ച് അവരുടെ ബാഗിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് 2 ലിറ്ററിന്റെ ബോട്ടിലൊന്നും അല്ല, 1 ലിറ്ററിന്റെ ബോട്ടിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ബാഗിലും ഈസി ആയിട്ട് ഇത് കൊള്ളുകയും ചെയ്യും. അപ്പൊ ഇനി മഴയത്തൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ കുപ്പി കട്ട് ചെയ്തിട്ട് എടുത്തോളൂ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം പുറത്തേക്കൊന്നും പോവില്ല. ധൈര്യമായിട്ട് തന്നെ നമുക്ക് ബാഗിൽ ഇട്ടുകൊണ്ട് പോകാനും പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് മഴയത്ത് കുടയൊക്കെ എടുക്കാൻ മടിക്കുന്ന ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഞാനിടുന്ന മറ്റുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.